ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. ഞാൻ ഈദ് വ്ളോഗ് ഇട്ട സമയത്ത് അതിൻ്റെ അണ്ടറിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് റെസിപ്പി വീഡിയോ ചോദിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അധികം ആൾക്കാർക്കും നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ മട്ടൻ ബിരിയാണി. അപ്പോൾ മട്ടൻ വെച്ചിട്ടല്ല, ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും ചെയ്യുന്ന മെത്തേഡിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ബിരിയാണി പൊതുവേ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്സും ട്രിക്സും ഹാക്സും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈദ് വ്ളോഗായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതും ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ പറയാം. അപ്പം ആദ്യം റെസിപ്പി വീഡിയോയിലേക്ക് കിടക്കാം. 4 മീഡിയം സൈസ് സവാളയും 3 തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 8 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് പുതിന എടുത്തിട്ടുണ്ട്, പിന്നെ ബീഫ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് അളവ് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എല്ലാം ഒരു മനക്കണക്ക് വെച്ചിട്ടാണ് ചെയ്യൽ. പിന്നെ അരി വെള്ളം ഒക്കെ നിങ്ങൾ വീട്ടിലെപ്പോഴും എടുക്കുന്ന അതേ അളവിൽ എടുക്കുക, ബീഫും അതിന് കണക്കായിട്ട് തന്നെ എടുക്കുക. പിന്നെ ഈ ഒരു സേറിൽ 2 സേറാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഇതിന് സേർ എന്ന് പറയും, 2 സേർ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ബീഫും നിങ്ങൾ 2 സേർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെടുക്കുന്ന എപ്പോഴും ചെയ്യുന്ന അതേ അളവിൽ ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡും ഇതിൽ പറയുന്ന കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സവാളയും തക്കാളിയൊക്കെ മുറിക്കുന്നതിന് മുന്നേ നമ്മുടെ മട്ടനായാലും ബീഫായാലും ഉപ്പ് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഉപ്പ് പുരക്കി വെക്കുക. അപ്പം അത് നന്നായിട്ട് ഉപ്പ് കുടിച്ച് കഴിഞ്ഞാൽ ബീഫ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അരിൻ്റെയും വെള്ളത്തിൻ്റെയും ബീഫിൻ്റെയും അളവ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. പിന്നെ 2 സേർ അരിക്ക് 8 പച്ചമുളകാണ്, അത് കറക്റ്റ് എപ്പോഴും ആ രീതിയിൽ തന്നെയാണ് എടുക്കൽ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരു മനക്കണക്കിൽ അങ്ങനെ എടുക്കലാണ്. പിന്നെ സവാള 4 എണ്ണം മീഡിയം, തക്കാളി 3 എണ്ണം മീഡിയം. ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു അളവ്, 2 സേർ അരിൻ്റെ കണക്കിൽ. അപ്പം സവാള അരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കുറേ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ച്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും ഇവിടെ സവാള കുറഞ്ഞ ബിരിയാണിയാണ് ഇഷ്ടം, അതുകൊണ്ട് പിന്നെ അങ്ങനെ മാറ്റി വെച്ച്. സവാള ഇഷ്ടമാണെങ്കിൽ ആ 4 സവാള കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി പിന്നെ നമുക്ക് കുക്കറിൽ മസാല ഉണ്ടാക്കാം. അപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ സവാള വഴറ്റുക, തക്കാളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇത് വഴന്ന് വരാനുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് പുതിന ചേർത്ത് കൊടുക്കുക. ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ബീഫ് ഓരോ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം അതിൽ ഉപ്പ് പുരട്ടി വെച്ചുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഊർന്ന് വരും. ആ വെള്ളം ഇടണ്ട, ബീഫ് മാത്രമായിട്ട് എടുത്തിടാം. പിന്നെ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ബിരിയാണി മസാലയ്ക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ ഒമാനി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒമാനി മസാല ഇല്ലാത്ത സമയത്ത് ഞാൻ നോർമലായിട്ടുള്ള ബിരിയാണി മസാല വെച്ചിട്ട് തന്നെയാണ് ചെയ്യൽ. അപ്പം ഇത് ഉണ്ടാകുമ്പം ഈ ഒരു ഒമാനി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ. അപ്പം അങ്ങനെ. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കലില്ല. ഈ ഒരു ബിരിയാണിക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കലില്ല. എൻ്റെ ഒരു മെത്തേഡിലാണ് ഞാൻ പറയുന്നത്. ഈ മെത്തേഡിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. എനിക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കണേ. അപ്പം ബിരിയാണി മസാല നല്ലേക്ക് തന്നെ വലിയ 2 ടേബിൾ സ്പൂണൊക്കെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 or 3 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ബീഫ് അല്ലെങ്കിൽ മട്ടൻ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ 3 വിസിൽ വരെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് വരെ വേവിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബീഫായാലും മട്ടനായാലും നല്ല എല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ ഊർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നല്ലോണം ഫ്ലേവർ പിടിക്കുകയും ചെയ്യും. അപ്പം ഈ രീതിയിൽ കുക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ രീതിയിൽ കുക്ക് ചെയ്ത് നോക്കട്ടോ. ഇത് ഞാൻ എപ്പോഴും കറി വെക്കുമ്പോൾ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, പിന്നെ ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ഫ്രൈഡ് ഓണിയൻസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ബിരിയാണിയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുറച്ച് സവാള ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അതായത് ബാച്ചായിട്ട് സബൂറോടെ ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് കുറേ സവാള ഇട്ട് പൊരിക്കാൻ നിൽക്കരുത്. കുറച്ചായി ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ തിൻലി സ്ലൈസ്ഡ് ആയിരിക്കണം. നമ്മളെ സവാള നേരിയ രീതിയിൽ അരിഞ്ഞെടുക്കണം, സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ
ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ ആകുമ്പം തന്നെ കോരി മാറ്റണം. നല്ല മുരിഞ്ഞ് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ഗോൾഡൻ ബ്രൗൺ കളർ ചേഞ്ച് ആകുമ്പം തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസ് കിട്ടും. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്കും നല്ല സ്വാദായിരിക്കും. ഇല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞ് പോയാൽ തന്നെ നമ്മൾ ബിരിയാണി മൊത്തം കൊളാവും. അതുപോലെ നേർക്ക് ഫ്രൈ ആവാണ്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കുറേ സവാള ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ രീതിയിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതേ ഓയിലിൽ തന്നെ ഞാൻ കാഷ്യൂസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പാൻ വെച്ച് ഗീയിൽ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ സെയിം ഓയിലാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇനി പിന്നെ നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇത് റെഡി ആയി കഴിഞ്ഞാലാണ് മെയിൻ കാര്യം. എൻ്റെ ബിരിയാണീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. ഈ ഒരു മസാലയില്ലേ, ഈ മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മൾ ഒന്നാമത് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടാണ്ട് ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അരി വേവിക്കുന്ന വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഈ വെള്ളവും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ 2 സേറ് അരിയാണ് എടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, അതിന് ഈ 2 പാട്ട വെള്ളമാണ് നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ. അതാണ് ഇവിടുത്തെ കണക്ക്. ഞാൻ പറഞ്ഞ ഗ്ലാസ്സിലല്ല ഞാൻ കണക്ക് നോക്കലെന്ന്. അപ്പോൾ 2 സേർ അരിക്ക് 2 പാട്ട വെള്ളമാണ് എൻ്റെ ഇവിടുത്തെ കണക്ക്. അപ്പോൾ ആ ഒരു പാട്ടക്കകത്ത് ഹാഫ് ഭാഗത്തോളം ആ ബീഫിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി പച്ചവെള്ളം നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റൈസ് കുക്ക് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗമാണ് എനിക്ക് ബീഫിൻ്റെ ആ ഒരു വെള്ളം കിട്ടിയത്. ബാക്കി നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 പാട്ട വെള്ളമാണ് ഞാനിപ്പം ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പിന്നെ 2 സേറിന് ഈ 2 പാട്ട വെള്ളം, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. പിന്നെ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു മുഴുവൻ ചെറുനാരങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണക്ക് നിങ്ങൾ ഗ്ലാസിൻ്റെ കണക്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ 2 ഗ്ലാസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് 1 ഗ്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി 1 ഗ്ലാസ് മാത്രം നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാനല്ല, ആ വെള്ളത്തിന് പകരം നമ്മൾ എടുക്കുന്ന നോർമൽ വെള്ളത്തിന് പകരം ഇതെടുക്കുക. ഇതിൻ്റെ കൂടെ ബാക്കി വേണ്ട നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് റൈസ് കുക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലേവർ ഉണ്ടാവില്ല, നമ്മൾ ബീഫിൻ്റെ അല്ലെങ്കിൽ മട്ടൻ്റെ ആ സ്റ്റോക്കിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ റൈസിലേക്ക് നല്ലോണം പിടിച്ചു കിട്ടും. അപ്പം റൈസ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പം മൊത്തത്തിലൊരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ പെർഫെക്റ്റായിട്ട് ഫ്രൈ ചെയ്ത ഓണിയൻസ് അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു സീക്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദമ്മിടാനോ ആക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ലെയർ ചെയ്യാനൊക്കെ. അപ്പം അത് സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ യൂസ് ചെയ്തിട്ടാണ് ദമ്മിടലേ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്, ഈദ് വ്ളോഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ പെരുന്നാൾ വ്ളോഗിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈദിൻ്റെ വ്ളോഗിലാണ് ഞാൻ ഈ ബിരിയാണി കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് റെസിപ്പി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഈദ് വ്ളോഗിൽ ഞാൻ വേറെയും കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉച്ച മുതൽ പിറ്റേന്ന് മൊത്തം പണിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതിൽ കുറച്ച് മോട്ടിവേഷനെല്ലാം കയറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് കൊണ്ടാണ് ഞാൻ അതിൽ പറയാണ്ടിരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ ആ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. എന്നിട്ടും ഞാൻ അതത്രയും മൊത്തം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരു പെരുന്നാളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടമാണ്. വീട്ടിൽ കുറേ ഡെസേർട്ട്സും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടമാണ്. അപ്പം അത് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഓവറായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ട് അതിന്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോമ്പ് പെരുന്നാളിനൊക്കെ ഞാൻ സ്വീറ്റ്സൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിന്. ഇപ്രാവശ്യം ഞാൻ തന്നെ ഉണ്ടാക്കി ഡെസേർട്ട്സ്. അപ്പം അതും കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് വർക്ക് അധികമായി, ടൈം ഉറങ്ങാൻ ലേറ്റായി. മൊത്തത്തിൽ ഞാൻ എന്തായി ടയേർഡായി. ഫിസിക്കലി ആൻഡ് മെൻ്റലി മൊത്തത്തിൽ ഉറക്കിൻ്റെ ക്ഷീണം, കാലുവേദന, നടുവേദന ഒക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഉച്ച ആകുമ്പോഴത്തേക്കും ഞാൻ ഡൗൺ ആയി മൊത്തം. പിന്നെ ആൾക്കാർ വരുമ്പോൾ എനിക്ക് പ്ലസൻ്റായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നടുവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു, ഒന്ന് പോയിനെങ്കിൽ ഒന്ന് കിടക്കേനു എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഉണ്ടാവുക. പിന്നെ ഇതാണ് ആൾക്കാരെ പ്ലസൻ്റായിട്ട് നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കും, എന്നാലും നമ്മൾ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മൂഡിലാണ് ഉണ്ടാവുക. ഇത് എൻജോയ് ചെയ്യാനുള്ള മൂഡിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം നമ്മളോട് തന്നെ ഒരു കൊല്ലാക്കൊല്ല ചെയ്യുന്ന പോലെയാണത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും കണ്ട് പഠിക്കണ്ട. ഞാൻ ആ മൊത്തം മാനേജ് ചെയ്തിന് ഒരാൾക്ക് പറ്റുന്ന കാര്യമാണെന്നൊന്നും. ഇപ്പം എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വീട്ടിലുണ്ടാക്കുക, ബാക്കി പുറത്തുനിന്ന് വാങ്ങാം.
എന്നിട്ട് നമ്മളും കൂടെ ഈദ് എൻജോയ് ചെയ്യുക, പ്ലസൻ്റായിട്ട് ഹെൽത്തി ആയിട്ട് പെരുന്നാളിന് എല്ലാവരെയും സ്വീകരിക്കാൻ നിൽക്കുക. അപ്പോൾ ക്ഷീണം പിടിച്ച് ഉച്ചയാകുമ്പോൾ തന്നെ ഡൗണായി ഞാൻ കിടന്നുറങ്ങിയ പെരുന്നാളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചക്ക് ഒറ്റ കിടന്നുറക്കം വൈകുന്നേരം വരെ, കാരണം അത്രയും ടയേർഡാണ്. അപ്പോൾ എൻ്റെ പെരുന്നാൾ അവിടെ തീർന്നത്. നമ്മൾ കൊല്ലത്തിൽ 2 പെരുന്നാൾ തന്നെയാണ് എല്ലാവർക്കും, വുമൻസിനായാലും മെൻസിനായാലും. അപ്പം നമ്മൾ അങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മളെ പെരുന്നാൾ നമുക്ക് മിസ് ചെയ്യും, എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഹസ്ബൻഡൊന്നും ഇല്ല, ഗൾഫിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തായാലും എനിക്ക് ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മളൊരു പുറത്തൊക്കെ പോകാനും കസിൻസിൻ്റെ അടുത്തൊക്കെ പോകാനും എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ അതിനൊന്നും കഴിയൂല, നമ്മൾ ടയേർഡായിട്ട് കിടക്കലേ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു കാര്യം ഇതിൽ ഓർമ്മിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പറഞ്ഞാകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വെക്കാം. അപ്പോൾ ഇത് ദമ്മിടുന്ന സമയത്ത് ഞാൻ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പറിനെ കൊണ്ട് ദമ്മിടും. എല്ലേലും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. കുക്കർ കഴുകിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി എന്നിട്ട് ഒന്ന് ചൂട് കയറ്റിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മസാല ആക്കിയ ആ സംഭവം ഉണങ്ങിയിട്ട് നമുക്ക് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് കഴുകിയെടുക്കാൻ. അതുകൊണ്ട് ആദ്യം ഒന്ന് കഴുകിയിട്ട് ചൂട് കയറ്റിയിട്ട് മുകളിൽ കുക്കർ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ദമ്മിടും. അപ്പോഴത്തേക്കും നമ്മളെ ബിരിയാണി റെഡിയാവും. ഓക്കെ, അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് മട്ടൻ ബിരിയാണി തന്നെയാണ് സൂപ്പർ. അത് കഴിഞ്ഞാലാണ് ബീഫ് എത്തുള്ളൂ എന്തായാലും. അപ്പം ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായതിനു തോന്നി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ തേരും അച്ചാറൊക്കെ വെച്ച് കഴിക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. അപ്പം ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇതെൻ്റെ ഉമ്മാമ്മൻ്റെ അടുത്ത് നിന്ന് കണ്ടുപഠിച്ചൊരു റെസിപ്പിയാണിത്. അപ്പം ഇതുപോലെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ താങ്ക് യു സോ മച്ച്. മുന്നത്തെ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്.